100+ ആണ് UDF. UDF 100+. എഴുതി വെച്ചോ, 100+. ഞാൻ പോളിംഗ് കൂടി കഴിയുമ്പോ ഒന്നും കൂടി പറയാം, കറക്റ്റ് ആയിട്ട് പറയാം. കുറയില്ല. കുറയില്ല, ഉറപ്പായിട്ട് മനസ്സിലായി. 1 ഡസൻ മന്ത്രിമാരെങ്കിലും പരാജയപ്പെടും. 1 ഡസൻ. ചിലപ്പോ 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ, ചിലപ്പോ ഒന്ന് കൂടി, ചിലപ്പോ ഒന്നും കുറയും. സംസ്ഥാനത്ത് എല്ലായിടത്തും UDF തരംഗമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുകയാണ്. 100-ലധികം സീറ്റുകളുമായി UDF അധികാരത്തിലെത്തും. സർക്കാരിനെതിരായ അതിശക്തമായ പ്രതിഷേധവും UDF-നെ കുറിച്ചുള്ള പ്രതീക്ഷകളും ജനങ്ങൾക്കിടയിൽ ഉണ്ടെന്നും പ്രതിപക്ഷ നേതാവ് തുറന്നു പറയുന്നുണ്ട്. UDF വന്നാൽ കേരളത്തിൽ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷ ജനങ്ങളിലുണ്ട്. ഞങ്ങൾ ഈ സർക്കാരിനെതിരെ അവതരിപ്പിച്ച കുറ്റപത്രം ജനങ്ങൾ അവരുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്ത് ഈ സർക്കാരിനെ ശിക്ഷിക്കും. UDF അധികാരത്തിലെത്തുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. എല്ലായിടത്തും ടീം UDF ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ആവേശകരമായ പ്രതികരണമാണ് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിലെ നിർണായക വിധിയെക്കുറിച്ചും VD സതീശൻ കൃത്യമായാണ് പറയുന്നത്. പോളിംഗ് കൂടി കഴിയുമ്പോൾ UDF കൃത്യമായി എത്ര സീറ്റിൽ വിജയിക്കുമെന്ന് പറയാം. ഏതായാലും 100-ലധികം സീറ്റിൽ വിജയിക്കും. 1 ഡസൻ മന്ത്രിമാർ പരാജയപ്പെടും. ചിലപ്പോൾ ഒന്ന് കൂടുകയോ കുറയുകയോ ചെയ്യും. അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. തിരുവനന്തപുരത്തുള്ള 1 സീറ്റ് 8 സീറ്റ് വരെയാകാം. കൊല്ലത്ത് സീറ്റ് 7-8 ആകും. ആലപ്പുഴയിൽ കുറച്ചു കാര്യങ്ങൾ കൂടി വിലയിരുത്തി കൃത്യമായ കണക്ക് പറയാമെന്നും അദ്ദേഹം പറയുന്നു. 30 വർഷത്തിനിടെ ജില്ലാ പഞ്ചായത്ത് പിടിച്ച ജില്ലയാണ് കോഴിക്കോട്. കാസർഗോഡ് നിന്ന് വോട്ടെണ്ണി എറണാകുളത്ത് എത്തുമ്പോഴേക്കും UDF-ന് ഭൂരിപക്ഷം കിട്ടും. വയനാട് ഫണ്ട് പിരിവ് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. വയനാട് ഫണ്ട് പിരിവ് സംബന്ധിച്ചുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ പുറത്തുവിട്ടിട്ടുണ്ടെന്നും വീട് പണിയാൻ KPCC ഫണ്ടിൽ നിന്നും AICC ഫണ്ടിൽ നിന്നും പണം നൽകുമെന്നും അദ്ദേഹം പറയുന്നു. അല്ലാതെ ഫണ്ട് കളക്ഷൻ ഇനി ഉണ്ടാകില്ല. സഹായിക്കാമെന്ന് AICC നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ നുണകളാണ് CPM പടച്ചുവിടുന്നത്? കോൺഗ്രസിനോടുള്ള കുത്തിത്തിരിപ്പ് ചോദ്യം പിണറായി വിജയനോട് ചോദിക്കാറില്ലല്ലോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. ഇനി എങ്ങാനും ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കാൻ പറയുമെന്ന് അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. പ്രമുഖരായ എല്ലാ മന്ത്രിമാരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന സതീശന്റെ വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വലിയ അടിയായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിലെ വിധി വരുമ്പോൾ തലകുനിച്ചിരിക്കുന്ന പിണറായി വിജയനെ കേരളം കാണുമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. VD സതീശന്റെ പ്രതികരണം കാണാം. പ്രകാശന ചടങ്ങിലെ ക്യാമ്പിംഗ് കമ്മിറ്റി ചെയർമാൻ കണ്ടില്ലല്ലോ, മറ്റെല്ലാം ഒറ്റക്കെട്ടാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ വേറെ കുത്തിത്തിരിപ്പാട് രാവിലെ ഇറങ്ങിയിരിക്കുകയാണ്. വെറുതെ അതൊക്കെ ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ പരിപാടിയിൽ ആരൊക്കെ ഉണ്ടാവണമെന്ന്. അവിടെ ഞാനുണ്ടായിരുന്നു, തെലങ്കാന മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഈ മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ ചെയർമാനും അംഗങ്ങളും ഉണ്ടായിരുന്നു. അത് അദ്ദേഹം എല്ലാവരും ഓരോ സ്ഥലത്തല്ലേ, ഓരോ സ്ഥലത്ത് പരിപാടിയിലല്ലേ. നല്ല കുത്തിത്തിരിപ്പാണല്ലോ രാവിലെ, വേറെ ഒന്നുമില്ല. വേറെ കുത്തിത്തിരിപ്പ്. ഇലക്ഷന്റെ അവസാനമായി കുത്തിത്തിരിപ്പ് ചോദ്യമാണത്. ഓരോ ഫംഗ്ഷനിലും ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയനുള്ള പരിപാടിയിൽ എല്ലായിടത്തും MV ഗോവിന്ദൻ ഉണ്ടായിരുന്നോ? TP രാമകൃഷ്ണൻ ഉണ്ടായിരുന്നോ? TP രാമകൃഷ്ണൻ MV ഗോവിന്ദനും പിണറായി വിജയനും കൂടിയാണ് ഇതെല്ലാം ചെയ്തത്. അപ്പൊ വെറുതെ ഇത് കോൺഗ്രസിനോടുള്ള കുത്തിത്തിരിപ്പ് ചോദ്യം. അത് അങ്ങോട്ട് ചോദിക്കാറില്ലല്ലോ. പിണറായി വിജയനോട് ചേട്ടൻ ചോദിക്കാറില്ലല്ലോ ഇങ്ങനത്തെ ഒരു. പിന്നെ ചോദിക്കാനേ പിന്നെ വീട്ടിൽ പോയി ചോദിക്കാൻ പറയും. ഞാനേതുകൊണ്ട് പാവം ഇങ്ങനെയൊക്കെ മറുപടി പറയണേ അല്ലേ? അതൊക്കെ കഴിഞ്ഞ വിഷയം കഴിഞ്ഞു. വേറെ അതേ അടുത്ത ആള് അല്ലല്ല. അത് ഒന്നും കൂടി പോളിംഗ് കൂടി കഴിയുമ്പോ ഒന്നും കൂടി പറയാം. കറക്റ്റ് 100+ ആണ് UDF 100+. എഴുതി വെച്ചോ, 100+. ഞാൻ പോളിംഗ് കൂടി കഴിയുമ്പോ ഒന്നും കൂടി പറയാം, കറക്റ്റ് ആയിട്ട് പറയാം. കുറയില്ല, ഉറപ്പായിട്ട് മനസ്സിലായി. 1 ഡസൻ മന്ത്രിമാരെങ്കിലും പരാജയപ്പെടും. 1 ഡസൻ. ചിലപ്പോ 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ, ചിലപ്പോ ഒന്ന് കൂടി, ചിലപ്പോ ഒന്നും കുറയും. അതിശക്തമായ വികാരമുണ്ട് എല്ലായിടത്തും. തെക്കൻ കേരളത്തിലൊക്കെ അവസ്ഥ താങ്കളെല്ലാം വളരെ മൈന്യൂട്ടായിട്ട് നിരീക്ഷിക്കുന്ന ആളാണല്ലോ. തെക്കൻ കേരളത്തില് ഇപ്പോ തിരുവനന്തപുരത്ത് 1 സീറ്റാണുള്ളത്. അത് 8 സീറ്റ് വരെ ആവാം. കൊല്ലത്ത് 2 എണ്ണമാണുള്ളത്. അത് 7-8 ആവാം. ആലപ്പുഴ ഞങ്ങൾ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. 2-3 കാര്യങ്ങൾ കൂടി അസസ് ചെയ്യാനുണ്ട്. ഈ എല്ലാ ജില്ലയിലും പറയണം. അത് ഞങ്ങളുടെ മുകളിലേക്ക് എപ്പോഴേ കയറിപ്പോയി. 30 കൊല്ലത്തിനിടയിൽ ജില്ലാ പഞ്ചായത്ത് ആദ്യം പിടിച്ച ജില്ലയാണ്. അപ്പൊ അന്ന് തന്നെ മനസ്സിലായില്ലേ സംഭവം അവിടെ വലിയ ചേഞ്ച് ആണെന്ന്. എറണാകുളത്ത് എത്തുന്നതിന് മുമ്പ് UDF-ന് ഭൂരിപക്ഷം കേട്ടോ. എറണാകുളത്ത് എത്തുമ്പോഴേക്കും UDF-ന്റെ ഭൂരിപക്ഷവും. കാസർഗോഡ് നിന്ന് എറണാകുളത്ത് എണ്ണി വരുമ്പോഴേക്കും UDF-ന്റെ ഭൂരിപക്ഷവും. ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞ സീറ്റാണ്.